Thought I'd seen it all till I saw you. London in the fall in Paris too. And I've climbed hills to castles in the snow, but you I can't let go. Tell me all the things you've done for love. All the things you've done for love. Oh, hold tight to keep from cold. Tell you all the things I've done for love. All the things I've done for love. Darling, let's go walking down your favorite city street. Every little morning I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. മാനന്തവാടി അരിഞ്ചേർന്നല്ല അപ്പത്താനത്ത് AD/SCD മകൻ ബിബിന്. ഈ ഇടവക ഇടങ്ങി തോടിന്റെ BD മകൻ ജനറ്റ് പോൾ തമ്മിലുള്ള വിവാഹ വാഗ്ദാന കർമ്മത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ രണ്ടുപേരുടെയും വിവാഹ വാഗ്ദാനങ്ങൾ സന്തോഷിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോടൊപ്പം ചേർന്ന് പങ്കെടുക്കുവാനാണ് പ്രേരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാം തീയതി വിവാഹത്തിൽ പ്രവേശിക്കുവാൻ കുടുംബം ആരംഭിച്ചു. കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനല്ല പ്രാർത്ഥിക്കാം. കർമ്മങ്ങളുടെ കർമ്മയായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മുടെ ഈ ആരാധന സമൂഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിലെ മനുഷ്യരുടെ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയെ വിളിച്ചപേക്ഷിച്ച് വിവാഹത്തിൽ ദരിദ്രരായി ഹൃദയത്തിൽ ജീവിക്കുവാനുള്ള താങ്കളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണം. മാതൃകാപരമായ കുടുംബ ജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാനുകൾ അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അഭാംഗികമായ മാർഗത്തിൽ ചലിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനത്തിൽ നടക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസ്ത്രങ്ങളെ എല്ലാ തരങ്ങളും പ്രഘോഷിക്കുകയും സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ ധ്യാനിക്കുകയും
അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമുഖ സ്വീകരിക്കുന്നവരിൽ ഇവരെ അങ്ങയുടെ കൃപകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അനേക സ്ത്രീകൾക്ക് തന്നെയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. സകലത്തിന്റെയും ആദായ ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാലനാം സർവേശ പരിപാലനാം ഭഗവാനേ പരിപാലനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരെ സമൂഹമായി വസിക്കുന്ന മനുഷ്യനും ശുദ്ധനും ബലവാന്മാരുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും നിങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ദുർയോധനം കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ ഒന്നല്ലായിരുന്നു 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ സ്തുതിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുടക്കുന്ന ചെലവിനെയോ ചിലപ്പോൾ കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനങ്ങൾ ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാനുള്ള വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നല്ല. ഞാൻ എന്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ധൈര്യമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തെ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ സുവിശേഷം പോയിടണം ചൊരിയട്ടെ. ഞങ്ങളിൽ സുവിശേഷം പോയിടണം ചൊരിയട്ടെ.
നമുക്ക് സർക്കാരിന്റെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 9 മുതൽ 12 വരെ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇതോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. മിശിഹായെ പ്രിയമുള്ളവരെ, ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. പുതുതായി ഒരു കുടുംബം രൂപം കൊള്ളുവാനായിട്ടുള്ള അതിൻ്റെ തറവാടിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇന്ന് അതിൻ്റെ ഒരുക്കമായിട്ടുള്ള തറയിടുന്ന ദിവസമാണ്. പരസ്യമായി സമ്മതം നൽകി വിപിനും ജനത്തും അതിൻ്റെ തായുടെ കർമ്മങ്ങളിലേക്ക്, മനസ്സമ്മത കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസം ഈ കർമ്മം നടക്കുമ്പോൾ തീർച്ചയായിട്ടും യോസേപ്പിതാവും മാതാവും ഈശോയും അടങ്ങുന്ന ആ തിരുക്കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹ ആശംസകളും ഇവരോട് കൂടെ ഉണ്ടായിരിക്കും. ഇവർ തുടങ്ങി വയ്ക്കുന്ന ഈ കർമ്മം 2-ാം തീയതി വിശുദ്ധ ബലിയിൽ വിവാഹമെന്ന കുദാശയിൽ ആ കുടുംബത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നു. കാലുകാച്ചിൽ കയറി താമസമൊക്കെ ഈ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടിയാണ് കുടുംബം പൂർണ്ണത പ്രാപിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം, തിരുക്കുടുംബത്തിൻ്റെ ആശീർവാദം ഇവരോട് ചേർന്ന് നിൽക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകമായിട്ട് നാം ഇവിടെ കൂടിയിരിക്കുക, ഇവരെ ചേർത്ത് പിടിക്കുവാനും പ്രാർത്ഥന ആശംസകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇവരെ മുൻപോട്ട് നടത്തുവാനായിട്ട് ബലപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം. ജീവിതാവസാനം വരെ തിരുക്കുടുംബത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹവും എന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അനുഗ്രഹ പൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബജീവൻ നയിക്കുവാനുള്ള എല്ലാ കൃപയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ധൈര്യത്തിന് കുറവില്ല. എന്നിരിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടുതലായിട്ട് നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാ കുറവുകളെയും നിരത്തിക്കൊണ്ട് നല്ല തമ്പുരാൻ കൂടെ ഉണ്ടായിരിക്കും. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസം തന്നെ ഈ കർമ്മത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും
ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് തന്നെ നമ്മൾ കാണണം. അങ്ങനെ എല്ലാ നന്മകളിലും നിങ്ങളെ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വികാരി അച്ഛൻ്റെയും നമ്മുടെ ഈ പള്ളിയുടെ ഇടവകയുടെ മധ്യസ്ഥയായ കന്യാമറിയത്തിൻ്റെയും അമലോത്ഭവമറിയത്തിൻ്റെ എല്ലാ ആശസ്സുകളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വികാരിയച്ഛൻ്റെയും വിയോരച്ഛൻ്റെയും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരുടെയും ആശീർവാദം നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാ നന്മകളും നടന്നുകൊണ്ട് നമുക്ക് വിവാഹ സമ്മതത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് നടക്കാം. ദൈവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബിബിൻ ജനറ്റ്. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ബിബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജനത്തിന് ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ബിബിന് നിന്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണ്. മരണം വരെ നിലനിൽക്കുന്നതുമാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഈ കുദാശ സ്വീകരിക്കുന്നവരുവാൻ ഈശോയാണ് പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാൻ വിവാഹ ജീവിതത്തിൽ പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് തോന്നിക്കൊണ്ട് വിവാഹത്തിൽ ഒരുക്കുവാനും വിവാഹ ബന്ധത്തിന്റെ അഭ്യർത്ഥനയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തമുള്ള ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിൽ ഒരുക്കുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച ഈശോയെ പോലെ ഇവരുടെ സ്നേഹത്തെ പ്രതി ത്യാഗങ്ങളെ സന്നദ്ധമുള്ളവരായി തീരുവാനും വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവരെടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാപരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും ഓരോരുത്തരെയും പിതാവിനെ പരിശുദ്ധമായി സമർപ്പിക്കാം. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവം അങ്ങയുടെ അനന്ത പരിപാലനമായിട്ട് ഇവർ സ്നേഹത്തിന് വളർത്തണം. അങ്ങയുടെ കൃപാവൻ സമഗ്രമായി ഇവരെ ചൊല്ലി ഇവരെ പരിപാലിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാനായിലെ കല്യാണത്തിൽ വധുവരന്മാരെ പ്രത്യേകമായി അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാനിരതരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരണമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി വിവാഹങ്ങളുടെ ഉദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുത്തെ കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും
പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടെ പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ നിൽക്കുന്നതിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. This was the year the glue gave out, when everything solid became a cloud. Uncertainty swirled around like dust, but home was a safe place for us. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today I am thankful for you. Today I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray. Don't know what the future has coming our way, but today I am thankful for you. You color the edges of all we've been through. Everything beautiful comes into view. I see what the headlines could never report. You are what's good in the world. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today I am thankful for you. Today I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray. Don't know what the future has coming our way, but today I am thankful for you. Hand in hand, side by side, gratitude will be our guide. Heaven knows what we might find tomorrow. So thank you, many family members, for helping us with the energy dance performance. Thank you so much. Yes, നമ്മുടെ താരങ്ങളോട് വന്നു കഴിഞ്ഞു. Congratulations on the victory. Presenting before you the just married couples to be married couples. So on this lovely occasion, on the behalf of everyone gathered here, I wish you a wonderful life together. So, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കിടകൈ ഫാമിലി മെമ്പേഴ്സിന്റെ
Arthakana's house, Wayanad, each home, and he is working in Canada. So this is all about them. And let me know one thing. How do you feel right now? Of course, happy ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇവരുടെ അടുത്ത് തന്നെ നമുക്കിത് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇല്ലേ? ഉണ്ടാവില്ലേ? So നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഫസ്റ്റ് വളരെയധികം സന്തോഷം. ഹലോ, വളരെയധികം സന്തോഷം. അതുപോലെ കുറേ നാളത്തെ ഡ്രീംസ് കംസ് ട്രൂ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സന്തോഷം ഇപ്പോൾ ഇവിടെ നിറവേറുന്നു. പിന്നെ പറഞ്ഞ പോലെ 2-ാം തീയതി ഒഫീഷ്യൽ കല്യാണം ഇവിടെ നടന്നു കഴിയുമ്പോഴത്തേക്കും ഇരട്ടി മതി. നല്ല ഹാപ്പിയാണ്. അറ്റ് ദ സെയിം ടൈം ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ട്. താങ്ക് യു. ഇവര് ഓഫ് കോഴ്സ് ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഒത്തിരി ആഗ്രഹിച്ചൊരു ഡേ കൂടിയാണ് ഇന്ന്. ഇവരെ പോലെ തന്നെ ഇവരിൽ ഏറ്റവും കൂടുതൽ ഈ ദിവസം ആഗ്രഹിച്ചത് ഇവരുടെ പാരൻസ് ആണ്. സോ ദിസ് സ്റ്റേജ് ഇസ് ഇൻകംപ്ലീറ്റ് വിതൗട്ട് ദിയർ പാരൻസ്. സോ ഐ വെൽക്കം ദിയർ പാരൻസ് ഓൺ ദ സ്റ്റേജ്. മിസ്റ്റർ പോൾ കിഴങ്ങി ആൻഡ് മിസസ് ബേബി പോൾ ടു ദ സ്റ്റേജ്. സോ ആൻറ്റി അമ്മയും സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. Mr. Biru Paul and Mrs. Joy Biru, and the guests will be cute baby Ashraka Biru, and they are settled in Canada. But ഇവർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. സോ ലൈവില് ഇന്ന് പ്രസൻസ് ആയിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇവരെ ഇതിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഫൈനലി ഐ വെൽക്കം her youngest brother, Mr. Jobin Paul. Currently he is working in Qatar. ഇവരുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാൻ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് മതിയായിരുന്നു. ബട്ട് ഇനി നമ്മുടെ ചേച്ചിയുടെ ഫാമിലി കംപ്ലീറ്റ് ആവാൻ നമ്മുടെ ബിബിച്ചയുടെ ഫാമിലി കൂടി വന്നേ ചെയ്തു. സോ ഐ വെൽക്കം ബിബിച്ചയുടെ ഫാമിലി, മിസ്റ്റർ ബേബി ആൻഡ് മിസസ് ജെസി ബേബി ടു ദി സ്റ്റേജ്. ഐ വെൽക്കം അവർ ഗ്രൂംസ് elder brother, Mr. Shubi Baby and Mrs. Rubina Shubi to the stage. Finally, I welcome നമ്മുടെ ബിബിച്ചയുടെ ഗ്രാമ റോസലമ്മച്ചിയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. റോസലമ്മച്ചിയും കണ്ടുവരും. സോറി, അമ്മച്ചിന്ന് വന്നിട്ടില്ല. സോ ഇപ്പോഴാണ് നമ്മുടെ ഈ ഫാമിലി കംപ്ലീറ്റ് ആവുന്നത്. സോ ഇനി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടാം. Myself, Gloria, and I am your MC today. So നമുക്കിനി മെല്ലെ നമ്മുടെ ഒഫീഷ്യൽ സെറമണീസിലേക്ക് കടക്കാം. So for the official ceremony blessings, may I welcome Reverend Father George Kudaki, Father Salah Sebastian, Father Sandro Sebastian, Sister Deepa Kudaki, and Sister Athleen to the stage. ആദരവോടുകൂടി നിറഞ്ഞ കയ്യടികളോടുകൂടി തന്നെ ഇവരെല്ലാവരും നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ പരിസരത്തുണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. പിതാമഹുതൻ പരിശുദ്ധാത്മാവിനെ എന്ന സ്നേഹത്തോടുകൂടെ അയക്കുവാനായിട്ട് ഞങ്ങളെ ഒരു കുടുംബമായിട്ട് ജീവിക്കുവാനായിട്ട് ബിബിനെയും ചാൻഡിനെയും ചേർത്തഞ്ഞോർന്നും എന്ന് പറയുന്നു. ഇന്ന് മുതൽ ഒരിടത്തിൻ്റെ ദിവസങ്ങളാണ് കൂടുതൽ ലക്ഷ്മിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ വരുന്ന നല്ല വിവാഹ ജീവിതത്തിൽ കിടക്കുവാനായിട്ട് അങ്ങനെ കൃപയുടെ വിശുദ്ധിയുടെ ഇടങ്ങളായിട്ട് മാറുവാനായിട്ട് ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അപ്പം ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഇടങ്ങളായിട്ട് കേക്ക് മുറിച്ച് നിങ്ങൾ ആ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ അതിലൂടെ സ്നേഹത്തിൻ്റെ പരിസരം പങ്കുവയ്ക്കേണ്ട ഇടങ്ങളായിട്ട് മാറുവാനായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിത്യപിതാമത്തിൽ പരിശുദ്ധാത്മാവായ സർവേശ്വരായ നയിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾക്ക് കിഴക്കേ ഫാമിലി മെമ്പേഴ്സിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. സോ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ സെറമണീസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെറമണി കാൻഡിൽ ലൈറ്റിംഗ് ആണ്. സോ ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രതീകമായ
അടുത്തത് നമ്മുടെ ചേട്ടന്റെ പാരൻസ് ആണ്. Let them receive the radiant light and spread in their whole life and being an example to the world. So you have something brighter. You have something sweeter. Yes, നമ്മുടെ സെക്കൻഡ് സെറമണി എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് സെറമണി ആണ്. സോ നമുക്ക് എല്ലാവർക്കും കേക്ക് കട്ടിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാം. എല്ലാവരും കൈയടിക്കാട്ടോ. Serve their life as sweet as this cake. സൈഡ് ഇങ്ങനെ അത് കിട്ടിയില്ല ഇപ്പോൾ. So first toast it, twist it, and then taste it. So first toast it, twist it, and then taste it. So let's clap aloud as they taste the first sip of wine. So ladies, ladies and ladies, ഇനി കൂടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഒഫീഷ്യൽ സെറമണി ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ആർക്കും റെസ്പോൺസിലുള്ള കസിൻസോടില്ല ഇവിടെ? ഹലോ, വെറുതെ വിടാമോ? ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്. ചെറിയ ചെറിയ ടാസ്ക് ആണ്, സിമ്പിൾ ആണ്. സോ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കപ്പിൾ ടാസ്ക് ആണ്. നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്ത് തരും, അവർ രണ്ടുപേരും കൂടി കഴിക്കുക. ഓക്കെ.
വെരി യെസ് ഓക്കെ താങ്ക് യു. ഇനി ലാസ്റ്റ് ഫൈനൽ ഒരു ടാസ്ക് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. അതിന്റെ കൂടെ തന്നെ പിന്നെ ഒരു ചെറിയൊരു പണി കൂടി ഉണ്ട്. അതിന്റെ ഒരു ഒരുക്കത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ടാസ്ക് ഒന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് വെക്കാം. ഓക്കെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഫോൺ നമ്പർ പറയുന്നു. ബൈ ഹാർട്ട്. ചേച്ചി 316315395. അമ്മോ ചേച്ചി പറഞ്ഞു എവിടെ കണ്ടു ഇത് വരാട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡേറ്റ് ഓഫ് ബർത്ത്. ചേട്ടൻ ചേച്ചിയുടെയും ചേച്ചി ചേട്ടൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 26 ജൂലൈ 1997. February 16, 1990. ശരിയാണോ? ഓക്കെ രക്ഷപ്പെട്ടു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫുഡ്. ചേട്ടൻ്റെയും ചേച്ചിയുടെയും. നോർത്ത് ഇന്ത്യൻ ഡിഷ്. അങ്ങനെയാണ് കഴിക്കുന്നത്. അങ്ങനെയാണോ? ഇനി അടുത്തത് ഫേവറേറ്റ് കളർ. ബ്ലാക്ക്. കറക്റ്റ്. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ സ്റ്റാർ ആട്ടോ ചേച്ചി ഭാഷ. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെണ്ണ് കാണാൻ വന്ന ഡേറ്റ് ഓർക്കുന്നോ? ചേച്ചി പെണ്ണ് നേരത്തെ കണ്ടത് പ്രപ്പോസൽ ചെയ്ത് ഫസ്റ്റ് പ്രപ്പോസൽ ഇഷ്ടമാണ് പറഞ്ഞ ആ ഒരു ദിവസം അത് മറക്കരുതല്ലോ. രണ്ടുപേർക്കും ഓർമ്മയില്ല. ഒക്കെ പേര് വിട്ടേക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരിക്കലും 6 കുട്ടികളൊക്കെ എന്താണോ കസിൻസ് ആയിട്ട് ആരെങ്കിലും 6 ഗേൾസ് ഇതിൽ വരാമോ? സ്റ്റേജിലേക്ക് 6 കുട്ടികൾ ഈ സ്റ്റേജിലേക്ക് ഇതിൽ വരാമോ? നമ്മുടെ ചേട്ടനെ കണ്ണൊക്കെ കെട്ടിയിട്ട് നമ്മൾ ചേച്ചിനെ കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ ടാസ്ക് ആണ്. ഇത് ചേട്ടന് സിമ്പിൾ ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കുറച്ച് സുന്ദരിമാരെ നിർത്തിയിട്ടുണ്ട്. സോ ചേട്ടൻ കണ്ടുപിടിക്കണേ. ജസ്റ്റ് തൊടാൻ മാത്രമേ പാടുള്ളൂ. അടുത്ത് പറഞ്ഞേ നീക്കോ. ഇത്തിരി കഷ്ടപ്പെട്ടു ചേട്ടനിവിടെ. അടയാളം